പരിസ്ഥിതി ആത്മീയതയുടെ പുത്തൻ പാഠങ്ങളിലേക്ക് എല്ലാവർക്കും നന്മ നിറഞ്ഞ സ്വാഗതം. മുഖപടമണിഞ്ഞു നിന്നും നീലാകാശ കുടയുടെ കീഴിൽ വെയിൽ കാഞ്ഞും ഭൂമി വാഴുന്നും ഋതുഭേദ നിറങ്ങളാടും ആവാസഗേഹമായി ജീവനും മനുഷ്യനും നീ. ശാപത്തിന്റെ കണക്കിൽ ദൈവം ഭൂമിയെയും ചേർത്ത് പിടിക്കുന്നു. തുടർച്ചയായ ഉഴുതുമറിക്കലിനും വിളവെടുപ്പിനും ശേഷം ദൈവം 7-ാം വർഷം ഭൂമിക്ക് സമ്പൂർണ്ണ വിശ്രമം നൽകാൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന ബൈബിൾ എത്ര മഹത്തരമായ ചിന്തകളാണ് നമുക്ക് പകർന്നു നൽകുന്നത്. പിതാക്കന്മാരുടെ പാവങ്ങൾക്ക് മക്കൾ സഹിക്കേണ്ടി വരുമെന്നൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം ചർച്ചയുണ്ട്. 4 തലമുറകൾ വരെ ഇങ്ങനെ തലമുറകൾ കണക്ക് പറഞ്ഞു. പക്ഷേ ഈ ഭൂമിയോടുള്ള പാവം അക്ഷരാർത്ഥത്തിൽ മക്കൾ സഹിക്കുക, മക്കളും സഹിക്കുകയാണ്. ഫ്രാൻസിസ് ആചാര്യ തുടങ്ങിവെച്ച ഈ ആശ്രമത്തിൽ ഭാരതീയവും ക്രൈസ്തവികവുമായ സന്യാസ പാരമ്പര്യങ്ങളുടെ ഒരു സമന്വയം പ്രകടമാണ്. അതോടൊപ്പം പ്രകൃതി രമണീയവും. എൻ്റെ ഭൗതിക സുസ്ഥിതിക്ക് വേണ്ടി എത്രമാത്രം വേണമെങ്കിലും പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാം എന്നുള്ള ഒരു ഉപഭോഗ സംസ്കാരത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. 6-ാം ദിവസമാണ് ദൈവത്തിന് കയ്യബദ്ധം. വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും പ്രണയമില്ലാതെ പ്രാപിക്കുകയും തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന മൃഗത്തെ സൃഷ്ടിച്ച ആ ദിവസം. നമ്മുടെ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ അവർകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന പരിസ്ഥിതി സംരക്ഷണത്തെ നമ്മൾ എന്തുകൊണ്ടും ലോകത്തെ ഇന്നിൻ്റെ ആവശ്യമായി കാണേണ്ടതുണ്ട്. ഒരു കൊല്ലത്തെ വിശ്രമത്തിനിടയിൽ ഭൂമിയിൽ നിന്നും ഉൽപ്പന്നമാകുന്നതെല്ലാം കിളികൾക്കും മൃഗങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. നോക്കൂ, എത്ര സുന്ദരമാണ് ഈ ലോകം. സാറ് പറഞ്ഞ ആ കാര്യം, മണ്ണിൻ്റെ സൗഖ്യപ്പെടുത്താനുള്ള കഴിവ്. ഈശോ തന്നെ ഒരാളെ സൗഖ്യപ്പെടുത്തുമ്പോൾ ചെളി ഉണ്ടാക്കി ലേപനമായിട്ട്, തുപ്പി അതിൽ ചെളി ഉണ്ടാക്കി അതൊരു ലേപനമായിട്ട് പൂശുന്ന ഒരു സംഭവം നമ്മൾ ബൈബിളിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലെ നിലവിലുള്ള പ്രകൃതി ചികിത്സാ പദ്ധതി അതിനെപ്പറ്റി ചിന്തിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾക്കൊരു പ്രകൃതി ചികിത്സാ കേന്ദ്രമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളൊന്നാണ്. നാലാഞ്ചിറയുള്ള
ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രം. അവിടെ ഡോക്ടർ ഫിലിപ്പിനേരി, അദ്ദേഹം ഞങ്ങളുടെ സമൂഹത്തിലെ ഒരു അച്ഛനാണ്. അദ്ദേഹം ആരംഭത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ ഒരു പുതിയ ചികിത്സാക്രമം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരികയാണ്. ഇന്ന് പരക്കെ അതിൻ്റെ ഒരു പക്ഷേ ഉപയോഗവും ദുരുപയോഗവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പല മാറാവ്യാധികൾക്കും മരുന്നല്ല, ഈ മണ്ണ് തന്നെ ലേപനമായിട്ട് ശരീരം മുഴുവൻ പൂശി നിർത്തി സൗഖ്യം പ്രാപിക്കുന്നതായ സാക്ഷ്യങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭൂമിക്ക് മനുഷ്യനെ അവൻ്റെ സുസ്ഥിതിയിലേക്ക് മടക്കിക്കൊണ്ടു പോകാനുള്ള കഴിവുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് വിശ്വസിക്കുകയും അത് പ്രായോഗികമാക്കുകയും ചെയ്യുന്ന ഒരു ചികിത്സാ പദ്ധതിയാണ് ഈ മണ്ണ് ചികിത്സ. മണ്ണിനെ ദുഷ്ടിനെ വലിച്ചെടുക്കുവാനുള്ള സ്വാഭാവികമായ കഴിവുണ്ട്. ഏതൊരു വസ്തുവും ചെയ്യുന്ന സാധനങ്ങളൊക്കെ നാം മണ്ണിൻ്റെ അടിയിലേക്ക് കുഴിച്ചിടുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ശരീരത്തെ ദുഷ്ട ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുവാനും ഈ മണ്ണിന് വലിയ ശക്തിയുണ്ട് എന്ന് തെളിയിച്ചിട്ടുണ്ട്. മണ്ണിൻ്റെ ഈ ദുഷ്ടനെ വലിച്ചെടുക്കുവാനുള്ള സംശീകരിക്കുവാനുള്ള കഴിവ് കണ്ടുകൊണ്ടാണ് ഡോക്ടർ ബാബിറ്റ് മണ്ണിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പ്രതിപാദിക്കുകയും അത് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തത്. സിലിക്കോ തെറപ്പി അല്ലെങ്കിൽ ക്ലേ ചികിത്സ അല്ലെങ്കിൽ മണ്ണ് ചികിത്സ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സയായിട്ട് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ശരീരത്തെ മണ്ണ് തേക്കുന്നതിൻ്റെ ഫലമായിട്ട് ശരീരത്തിലുള്ള അമിത ജലം ഈ മണ്ണിനെ വലിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ ദുഷ്ടിനെ വലിച്ചെടുക്കുവാനായിട്ടും സാധിക്കും. അമിതമായിട്ടുള്ള നീര് വലിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ശരീരത്തിന് കുളിർമ കൊടുക്കുവാനായിട്ട് ഈ മണ്ണിന് സവിശേഷമായ ശക്തിയുണ്ട്. അതുപോലെ ശരീരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായിട്ട്, ശരീരത്തിന് കൂടുതൽ കോംപ്ലക്ഷൻ കിട്ടുവാനായിട്ട് ഒക്കെ ഈ മണ്ണ് ചികിത്സ സഹായിക്കുന്നുണ്ട്. എന്നാൽ പല ആളുകളും ഈ മണ്ണ് ചികിത്സയെ തെറ്റായിട്ട് ധരിച്ചിട്ടുണ്ട്. മണ്ണ് അസ്വസ്ഥതയുണ്ടാക്കും, അല്ലെങ്കിൽ മറ്റേ ത്വക്ക് രോഗങ്ങൾ പടർത്തും എന്നൊക്കെ പറയുന്ന ആളുകളും വളരെ ഉണ്ട്. എന്നാൽ ശുദ്ധമായ മണ്ണ്, വേർജിൻ മഡ് എന്നാണ് പറയുന്നത്, പരിശുദ്ധമായ മണ്ണ് ചികിത്സയുടെ ഫലമായിട്ട് പല വിധത്തിലുള്ള രോഗങ്ങൾ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും എന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കണ്ണി കാണുന്നതെല്ലാം വെട്ടി വിഴുങ്ങി തിന്നിട്ട് ഈ മണ്ണ് പരട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെ ഈ ശരീരത്തിനെ മണ്ണിനുകൊണ്ട് സൗഖ്യദായക ശക്തിയെ സ്വീകരിക്കത്തക്ക വിധത്തിൽ ഒന്ന് കണ്ടീഷൻ ചെയ്യേണ്ടതുണ്ട്, ജീവിതക്രമം. അതെ, ആ ഒരു ജീവിതക്രമത്തിൽ ആക്കിയിട്ടാണ് സാധാരണ ഈ മണ്ണ് ലേപനം ചെയ്യുന്ന ചികിത്സ ചെയ്യുന്നത്. എൻ്റെ അമ്മ സ്ട്രോക്ക് വന്ന് തളർന്നു കഴിഞ്ഞിട്ട് ഈ 3 ഇഞ്ചക്ഷൻ എടുത്തിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര ഷിവറിങ് ആയത് നിർത്തിവെച്ചു ഇംഗ്ലീഷ് മെഡിസിൻ. പിന്നെ അവർ മമ്മി റിക്കവർ ചെയ്ത് വന്നത് പ്രകൃതി ചികിത്സയിലാണ്. അന്ന് പല പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഈ മണ്ണ് പുരട്ടുക എന്നുള്ളായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ അമ്മയ്ക്ക് സാറിനെ പഠിപ്പിക്കുന്ന സമയത്താണ് ഈ മമ്മിയുടെ അസുഖവും ഈ ചികിത്സയൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ ആദ്യമായിട്ട് പ്രകൃതി ചികിത്സയുടെ ഒരു ഗുണം കണ്ടതും അങ്ങനെയാണ്. അങ്ങനെ അവസാനം അമ്മയെ സുഖപ്പെട്ട് പേനയൊക്കെ പിടിക്കാവുന്ന, ആദ്യം സുഖപ്പെട്ടപ്പം ചെറിയ ചെറിയ വസ്തുക്കളൊന്നും പിടിക്കാനുള്ള ശക്തിയില്ലായിരുന്നു. നരമ്പ് ശക്തിപ്പെട്ട് അതുപോലെ കുറേ എനിക്കൊന്ന് ബലിക്കറുക പോലെയുള്ള പുല്ലൊക്കെയാണ്. ഈ തൃണങ്ങൾക്ക് പുൽവർഗ്ഗങ്ങൾക്ക് വലിയ ശക്തിയുണ്ട്. നമ്മൾ ഈ പൂച്ചയൊക്കെ വയറുവേദന വന്നു കഴിയുമ്പോൾ ഓടിപ്പോയി ചില പ്രത്യേക പുല്ലൊക്കെ അത് കടിച്ചു മുറിച്ച് തിന്നുന്നുണ്ട്. അപ്പം അവർക്കുണ്ട് ആ മെഡിസിനെ കുറിച്ചുള്ള ഒരു അറിവുണ്ടേ. നമ്മൾ ഈ പുല്ലാണ് പ്രകൃതി ചികിത്സയിലെ ഒരു വലിയ ഐറ്റം. ബലിക്കറുകയുടെ ജ്യൂസാണ്. ബലിക്കറുക അരച്ച് അത് ജ്യൂസാക്കിയിട്ട് രാവിലെ കൊടുക്കുന്നുണ്ട്. കൂവളത്തിൻ്റെ ഇല, കൊടകൻ്റെ ഇല, ഇതൊക്കെയും ഓരോരോ തരത്തിൽ ഗർഭപാത്രത്തെ, നരമ്പിനെ ഒക്കെ, രക്തചംക്രമണ വ്യവസ്ഥയൊക്കെ ഉഷാറാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം. ടീച്ചർ പറഞ്ഞ ഈ ഒരു കാര്യം ഭൂമിയോടുള്ള മറ്റൊരു നമ്മുടെ ബന്ധത്തെപ്പറ്റി സൂചിപ്പിക്കുന്നില്ലേ? അതായത് ഈ ടീച്ചർ പറഞ്ഞ പോലെ ഒരു പൂച്ച അതിന് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ പോയൊരു പുല്ല് തിന്നുന്നു. ഒരുപക്ഷെ ഛർദ്ദിക്കുന്നതും അങ്ങനെ ആയിരിക്കാം, അതിൻ്റെ ഇതുകൊണ്ടായിരിക്കാം. പക്ഷേ ഒരാവാസ വ്യവസ്ഥയിലുള്ള പുല്ലിനും മരത്തിനും മൃഗങ്ങൾക്കും ഇഴജന്തുക്കൾക്കും എല്ലാം അവിടെയുള്ള പെരുമാറ്റം എങ്ങനെയാണെന്ന് അതിൻ്റെ നേച്ചറിലുണ്ട്. അതിൻ്റെ ഒരു നോളജ് ഉണ്ട്. മനുഷ്യനെ ഇത് പറഞ്ഞ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ അത് ആർജിച്ചെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമ്മൾ അകന്നുപോയി, പർദീസായി ഇറങ്ങിയപ്പോഴാകുന്നു. അതാണ് ഒരുപക്ഷെ നമുക്കുണ്ടായ ഈ പാപം എന്ന് പറയുന്നത് ഈ ബോധം തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചാക്രികലനത്തിൻ്റെ ഒക്കെ ആവശ്യം വരുന്നത്.
ഒരു പാമ്പിനോ പട്ടിക്കോ ചാക്രിക ലേഖനത്തിൻ്റെ ആവശ്യമില്ല. അത് പ്രകൃതിയിൽ സമരസപ്പെട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ കോൺഷ്യൻറ്റൈസേഷൻ, ബോധവൽക്കരണം എന്നൊക്കെ പറയുന്നത് മനുഷ്യന് അല്ല, ഈ മണ്ണിനകത്ത് ജീവിക്കുന്ന അത്തരം ജീവികൾക്കിടയിൽ വലിയ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം തവളകൾ പോയി സ്വസ്ഥമായിട്ട് താമസിക്കുക, അതിനകത്ത് മണ്ണിൻ്റെ അടിയിൽ പോയി കിടക്കുക. എന്നിട്ട് പിന്നെ അവർ പുതിയ ആളുകളായിട്ട് അടുത്ത സമയത്ത് വേനലിലും തണുപ്പിലും അവർക്ക് രണ്ടുപേർക്കും രണ്ട് കാലത്തും ഉണ്ടല്ലോ ഇവർക്ക് ഈ ഒരു പീരീഡ്, ഈ റെസ്റ്റിംഗ് ടൈം, ഉറക്കത്തിൻ്റെ സമയം. ചിലപ്പോൾ ഈ മണ്ണ് നമ്മൾ കുഴിച്ച് ചെല്ലുമ്പോഴാണ്, ചിലപ്പോൾ ഒരു 10-15 അടി താഴെ ചെല്ലുമ്പോഴാണ് ഒരു ചെറിയ മണ്ണ് അടര് മാറിക്കഴിയുമ്പോൾ അതിന് അകത്ത് നിന്നൊരു തവള അടി വരും. ആ തവള കാരണം ഏറ്റവും കൗതുകം വെച്ചാൽ മണ്ണിനെ വീടാക്കുന്നതിൻ്റെ ഏറ്റവും കൗതുകം ഈ ചെതലുകളും ഉറുമ്പുകളും ഒക്കെയാണ്. അവരതിൻ്റെ അതിൻ്റെ അടി വലിയ കോളനികളാ സ്വസ്ഥമായിട്ട് നടന്ന് തിന്ന് സുഖമായിട്ടിരിക്കുക. അപ്പം അവർക്കറിയാം മേൽമണ്ണിലല്ല താഴ്മണ്ണിൽ പോയി അവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന. അപ്പോൾ നമ്മളെ അച്ഛൻ പറഞ്ഞ ആ ഒരു കാര്യമാണ്, അറിവ് അവർക്കുണ്ട് എങ്ങനെ. അതെ, ഞാനത് ഇപ്പോൾ ഈ മേൽമണ്ണ് കീഴ്മണ്ണെന്ന് പറഞ്ഞപ്പോഴേ ഈ മണ്ണ് ചികിത്സയ്ക്ക് വേണ്ടി മണ്ണ് എടുക്കുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ, അപ്പൻ്റെ അപ്പനും എൻ്റെ അമ്മയും ഇവരൊക്കെ മണ്ണ് ചികിത്സ ആയിരുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. അവർക്ക് വേണ്ടി മണ്ണ് എടുത്തിരുന്നത് ഞാനായിരുന്നു. അപ്പോൾ ഒരു 6 അടി താഴ്ചയിലെങ്കിലും നിന്ന് വേണം മണ്ണെടുക്കാൻ. അപ്പോൾ മേൽമണ്ണിനല്ല, മേൽമണ്ണിന് മറ്റൊരു തരത്തിലുള്ള ശേഷിയുണ്ട്, പക്ഷേ ഔഷധ ശേഷി എന്ന് പറയുന്നത് അതെ അതെ നമുക്കപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആ ഒരു രോഗത്തിന് മരുന്നായിട്ടും ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ വളർത്തുന്നതിനും ഒക്കെയുള്ള ശേഷിയുള്ള മണ്ണ്. ഒരുപക്ഷെ അതുകൊണ്ടാവാം ഈ പറയുന്ന ഉറുമ്പുകളും ഇതൊക്കെ അങ്ങ് ഭൂമിക്ക് അടിയിൽ സൗധങ്ങൾ തീർക്കുന്നത്. അവര് സ്വസ്ഥമായിട്ടല്ലേ ജീവിക്കുന്നത്. ഭയങ്കര അത്ഭുതം. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു കോളനി നമ്മളൊന്ന് ഗവേഷണം ചെയ്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ണിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്, അവർ മണ്ണിനെയും വസ്തുക്കളെയും ഉപയോഗിക്കുന്ന രീതിയുണ്ട്. ഏറ്റവും സാമൂഹ്യ ജീവിതമുള്ള ജീവികളാണ് ഉറുമ്പുകൾ. എനിക്ക് ഉറുമ്പിൻ്റെ സഞ്ചാരം കാണുമ്പോൾ വളരെ രസം തോന്നും. വളരെ വേഗത പോയി ചെന്ന് ഒരു ഉമ്മ കൊടുക്കും, എന്നിട്ടാണ് പിന്നെ അവരുടെ കമ്മ്യൂണിക്കേഷനും ഉമ്മയാണ്. രണ്ടുപേരും അവർക്ക് ആ ഈ മനുഷ്യൻ അങ്ങനെ തൊട്ടൊരു സംസാരിക്കാനേ അറിയില്ല, തൊട്ടാ വേണ്ടാത്ത തൊടിലായി പോകും. അതാ പ്രശ്നം. ഇതിൻ്റെ വളരെ രസമായിട്ടുള്ള അതാണ് ഈ ജൈവികമായിട്ടുള്ള ഒരു 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 എന്താണ് പെരുമാറ്റ വിധം എന്ന് പറയുന്നത് നമ്മൾ മറന്നു പോവുക. നമ്മളങ്ങ് വളരെ ഔപചാരികമാകുകയും വളരെ അതിലെ ഒരു നമ്മളത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ജീവജാലവും അത് ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ മാത്രമാണ് അവൻ്റെ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചവിട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ വിലയറിയുന്നവർ നമ്മുടെ നാട്ടിൽ വിരളമാണ്. എങ്കിലും ചില നന്മ പൂക്കുന്ന മനസ്സുകൾ ഭൂമി നമുക്ക് ദാനമായി നൽകും. നഗരജീവിതത്തിൻ്റെ ആരവങ്ങൾക്കിടയിലും ജോലിഭാരത്തിൻ്റെ ആലസ്യത്തിനിടയിലും മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു മനസ്സാണ് ഷാജുവിൻ്റേത്. തിരുവനന്തപുരം മരുതൂർക്കടവിലുള്ള തൻ്റെ വീടിൻ്റെ കോൺക്രീറ്റ് മേൽക്കൂര മണ്ണിൻ്റെ ജൈവ സാന്നിധ്യം കൊണ്ട് നിറച്ച ISROയിലെ ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ ചെയ്യുന്ന ഭൂമി പൂജ തികച്ചും വിസ്മയം തന്നെ. നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന അമൂല്യമായ ഔഷധ സമ്പത്തുകളും മരങ്ങളും തിരിച്ചറിയാൻ കഴിയപ്പെടാതെ നഷ്ടപ്പെട്ടു പോകുന്നു. കുറുന്തോട്ടി നമ്മുടെ മണ്ണിൽ സർവത്ര ഉണ്ടായിരുന്ന ഒരു കുറ്റിച്ചെടിയാണ്, അമൂല്യമായ ഔഷധമാണ്. കുറുന്തോട്ടിക്കും വാദമോ എന്ന മലയാളത്തിലെ വളരെ പ്രസിദ്ധമായ വരികളും ഓർക്കുമായിരിക്കും. കുറുന്തോട്ടിയെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ, അഥവാ ആയുർവേദത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആളുകൾ ഇന്നത്തെ തലമുറയിൽ എത്ര പേർ മണ്ണിൽ നിൽക്കുന്ന കുറുന്തോട്ടിയെ കണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ വളരെ ദുഃഖകരമായ
വാർത്തയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൽ പലരും കുറുന്തോട്ടി കണ്ടിട്ടില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, തിരിച്ചറിവ് ഉണ്ടാകണം. മണ്ണിൽ നിൽക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ആ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ നിന്നും വേണം നമ്മളിത് ആരംഭിക്കാൻ. അതിനു വേണ്ടിയുള്ള ഒരു ചെറിയ കാൽവയ്പ്പാണ് എൻ്റെ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും വേണ്ടി എനിക്ക് സമർപ്പിക്കാനുള്ളത്. സ്വദേശികളും വിദേശികളുമായ ഒട്ടേറെ ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് ഈ മേൽക്കൂര. സ്ഥലപരിമിതിയാണ് അദ്ദേഹത്തെ കൊണ്ട് ഇതിനു പ്രേരിപ്പിച്ചത്. മണ്ണിൻ്റെ വിശാലതയിൽ വളരേണ്ട ഔഷധച്ചെടികളെ ഇത്തിരിപ്പോന്ന സ്ഥലത്തേക്ക് ചുരുക്കുന്നതിൽ അദ്ദേഹത്തിന് നന്നേ വിഷമമുണ്ട്. ഇവിടെ ലാഭനഷ്ട കണക്കുകളില്ല. അക്ഷരങ്ങൾക്ക് മാന്യത കൽപ്പിക്കുകയും വില കൽപ്പിക്കുകയും ചെയ്യുന്ന ഞാൻ അക്കങ്ങളെ മറന്നുകൊണ്ട് ഇതിനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ തൃപ്തിയുണ്ട്. എനിക്ക് പറയാനുള്ളതും ആ രീതിയിൽ ഒരു പരിശ്രമം നടത്തിയാൽ നമ്മുടെ മണ്ണ് നമുക്ക് പച്ചപ്പാക്കി മാറ്റാൻ വളരെ എളുപ്പം കഴിയും. മറിച്ച് നമ്മൾ ഇന്ന് കാണുന്നത് പോലുള്ളൊരു പരിസ്ഥിതി സ്നേഹവും പ്രകടനവുമാണെങ്കിൽ ഇത് വളരെ കാലം നമുക്ക് ഈ പച്ചപ്പിനെ, ഈ ഭൂമിയെ, ഇതിൻ്റെ ആ തലോടലും ആ കുളിർമയും ഒന്നും നമുക്ക് നിലനിർത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ ഈ ശ്രമം നടത്തുന്നത്. അതിനെനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, നിരന്തരമായ യാത്ര. എവിടെയൊക്കെ യാത്രയ്ക്കൊരവസരം കിട്ടുമോ അവിടെയെല്ലാം പോവുക. അവിടുന്ന് പുതിയ പുതിയ മരങ്ങളെക്കുറിച്ച് പഠിക്കുക, അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുക. ആ മരം എങ്ങനെ അവിടെ നിൽക്കുന്നു, അവിടെ ഒരുപക്ഷെ കൂടുതൽ പുഷ്ടിപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് എൻ്റെ മണ്ണിലും പുഷ്ടിപ്പെടുത്താൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന അന്വേഷണം 1. 2, അതിനുവേണ്ടി മുടക്കുന്ന സമയവും സാമ്പത്തികവും. ഇത് രണ്ടിനെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി, ഒരുപക്ഷെ ഒരു ആത്മീയ യാത്രയായി, ഞാൻ എൻ്റെ തീർത്ഥയാത്രകൾ എന്ന് തന്നെ അതിനെ പറയും. ഇവിടെ ഞാൻ വന്ദിക്കുന്നത് പ്രകൃതിയെയാണ്. ആ പ്രകൃതിയിലെ ഈ മരങ്ങളെയാണ്, ഈ പച്ചപ്പിനെയാണ്. ഹിമാലയൻ താഴ്വരകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവയിനം രുദ്രാക്ഷം, കർപ്പൂരം, സോമലത, ദേവദാരു, മഹാകൂവളം, കുന്തിരിക്കം, പാതിരി, പശിയടക്കി, ഓട്ടോഗ്രാഫ് പ്ലാന്റ് തുടങ്ങി റെയിൻബോ ട്രീ, മക്കോട്ടാദേവ എന്നീ വിദേശികൾ വരെ ഈ ആവാസ വ്യവസ്ഥയിൽ പരിലസിക്കുന്നു. നമുക്ക് ഈ പ്രകൃതി നിലനിന്നാൽ മാത്രമേ പ്രത്യയശാസ്ത്രങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ, ഇസങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. ഈ പ്രകൃതി ഇതാ മരിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഊർധ്വശ്വാസം നമുക്ക് ദൂരെ കേൾക്കാം. അതിനനുവദിക്കാതെ അത് നിന്നാൽ ഈ തലമുറ വീണ്ടും 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 ഈ പച്ചപ്പ് കണ്ട്, ഈ കുളിർമ കണ്ട്, ഈ തെളിനീര് കോരിക്കുടിച്ചുകൊണ്ട് അവനെ മുമ്പോട്ട് പോകാൻ കഴിയും. മറിച്ചാണെങ്കിൽ എനിക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാക്കാനോ, എൻ്റെ ശ്വാസം നിലനിർത്തുന്ന ഈ ജീവശ്വാസം എനിക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല. സയൻസ് ഇത്രയും വളർന്നിട്ടും അതിനൊന്നും മനുഷ്യന് സാധിക്കുന്നില്ല. അവന് ATM കാർഡുണ്ടെങ്കിൽ ജീവിക്കാമെന്ന് എവിടെയെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രകൃതീശ്വരനോട് കാണിക്കുന്ന ഏറ്റവും നിന്ദയാണ്. അതല്ല വേണ്ടത്. അങ്ങനെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. നിനക്ക് സൃഷ്ടിക്കാൻ കഴിയാത്തത് നിനക്ക് ഉപയോഗിക്കാൻ തന്നത് നീയല്ല, അത് ഈ സർവേശ്വരനാണ്, ഈശ്വരനാണ്. ആ ഈശ്വരൻ ഈ പ്രകൃതി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അവനെ വന്ദിക്കണം. ആ വന്ദനത്തോടുകൂടി ജീവിക്കണമെന്നാണ് എനിക്ക് മാന്യപ്രേക്ഷകരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കാനുള്ളത്. ഈ മേഖലയിൽ ഒട്ടേറെ അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ ഷാജു തീർച്ചയായും പരിസ്ഥിതി ആത്മീയതയുടെ വക്താവ് തന്നെയാണ്. മണ്ണിൻ്റെ ഗന്ധം സുരഭിലമാക്കിയ ഈ മേൽക്കൂര അനുഗ്രഹീതം തന്നെ. സഭയും സമൂഹവും നമ്മെ പഠിപ്പിക്കുന്ന ആത്മീയതയും ഇതുതന്നെയാണ്. ദൈവം
ജീവജാലങ്ങളിലും കരുണ ചൊരിയുന്നവനാണ്. കവി പാടിയതുപോലെ പുല്ലും പുഴുക്കളും അവന് ഒരുപോലെയാണ്. എന്താണ് പരിസ്ഥിതിയുടെ ദർശനം? ഞാൻ ഈ അടുത്ത കാലത്ത് മറ്റൊരു കവിത വായിക്കുകയുണ്ടായി. അധികമാരും ഇടയില്ലാത്ത സോമൻ കടലൂർ എന്ന് പറയുന്ന ഒരു കവിയുടേതാണത്. അദ്ദേഹം പറയുകയാണ്, ഇക്കാണായ മണ്ണെല്ലാം നിൻ്റെ അപ്പൻ്റെ സ്വത്താണെന്ന് അവകാശപ്പെടുമ്പോൾ, ഈ മണ്ണിലെ മരമെല്ലാം നിൻ്റേതാണെന്ന് ആക്രോശിക്കുമ്പോൾ, ഇമ്മരത്തിലെ പഴമെല്ലാം നിൻ്റെ കുഞ്ഞിന് മാത്രമാണ് എന്നാവർത്തിക്കുമ്പോൾ കേൾക്കാൻ രസമുണ്ട്. പക്ഷേ രസച്ചരട് പൊട്ടിപ്പോകും, ഭൂമിയെ നീയല്ല നിന്നെ ഭൂമിയാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്ന് മണ്ണോ വെണ്ണീറോ ആയിത്തീരും മുമ്പ് അറിയുന്ന നിമിഷം. സത്യത്തിൽ ഇതാണ് പരിസ്ഥിതിയുടെ ദർശനമെന്ന് പറയുന്നത്. ഭൂമിയെ നീയല്ല നിന്നെ ഭൂമിയാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്ന് അറിയുന്ന നിമിഷം. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ഭൂമിയിൽ പുല്ലോ ചെടിയോ മനുഷ്യനോ ഉണ്ടായിരുന്നില്ല. ദൈവം ഏദൻ തോട്ടത്തിൽ പുല്ലും ചെടിയും സൃഷ്ടിച്ച് അവർ 4 ദിക്കുകളെയും നനയ്ക്കുവാൻ തക്കവിധം നദികൾ സൃഷ്ടിച്ച് അവിടെ മനുഷ്യനെ അതിൻ്റെ സംരക്ഷകനായും കൃഷി ചെയ്യുവാനുമായും ഉത്തരവാദിത്വം ഏൽപ്പിച്ചതായി ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, കർഷകനും അതിൻ്റെ സംരക്ഷകനുമായിട്ടാണ് ദൈവം ഏദൻ തോട്ടം മനുഷ്യന് ഏൽപ്പിച്ചു കൊടുത്തത്. ഈ സംരക്ഷണ ഉത്തരവാദിത്വം ഇന്ന് നമ്മൾ എത്രമാത്രം ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുന്നു എന്നുള്ളതാണ് ചിന്തനീയമായ വിഷയം. പരിസ്ഥിതി സംരക്ഷണം അല്ലെങ്കിൽ പ്രകൃതിയുടെ സംരക്ഷണം എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, വരും തലമുറയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന ധാർമ്മിക ഉത്തരവാദിത്വമായിട്ട് സഭ നമ്മളെ ഏൽപ്പിക്കുകയാണ്. ആ ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണമില്ലായ്മ ഒരു പരിസ്ഥിതി പാപമായിട്ട് കൂടിയാണ് സഭ നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്നത്. ബോധജ്ഞാനത്തിൻ്റെ വെളിപാടുകൾ നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും നമസ്കാരം. മരമായിരുന്നു ഞാൻ പണ്ട് ഒരു മഹാനദിക്കരയിൽ, നദിയുടെ പേര് ഞാൻ മറന്നുപോ. നൈലോ യൂഫ്രട്ടീസോ യാങ്സിയോ യമുനയോ, നദികൾക്കെന്നെക്കാളും ഓർമ്മ കാണണം. അവർ കടലിൽ ചിറകുള്ള സഞ്ചാരപ്രിയർ, നിലത്തെഴുതാൻ പഠിച്ചവർ, പറയാൻ പഠിച്ചവർ.